ചെങ്കടലിൽ നിന്ന് വരുന്ന അപ്രതീക്ഷിതമായ ഒരു വാർത്ത രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. യമൻ തീരത്തിന് സമീപം ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ വലിയൊരു ആക്രമണം നടന്നിരിക്കുന്നു. ആക്രമണത്തിൽ തകർന്ന കപ്പൽ കടലിൽ പൂർണ്ണമായും മുങ്ങി. MSV ഫൈസ് നൂറെ ഒലിയ എന്ന ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെയാണ് അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് പ്രൊജക്ടൈൽ ആക്രമണം ഉണ്ടായത്. എന്നാൽ കപ്പൽ തകർന്നുവെന്ന ആദ്യ വാർത്തകളിലെ ഉത്കണ്ഠകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് വലിയൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാർ ഉൾപ്പെടെ മുഴുവൻ 14 ജീവനക്കാരെയും അടിയന്തരമായി സുരക്ഷിതമായി തന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. യമൻ കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തിയ ഇവരെ മോഖ തുറമുഖത്ത് എത്തിച്ചിട്ടുണ്ട്. യാതൊരു പ്രകോപനവുമില്ലാതെ പ്രതിരോധമില്ലാത്ത ഒരു വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ഈ ആക്രമണത്തെ കേന്ദ്ര സർക്കാർ അങ്ങേയറ്റം ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. സംഭവത്തെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളും വിദേശകാര്യ മന്ത്രാലയവും ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട്. പൗരന്മാരുടെ സുരക്ഷയാണ് രാജ്യത്തിന്റെ പ്രഥമ പരിഗണനയെന്നും റിയാദിലെ ഇന്ത്യൻ എംബസി യമൻ അധികാരികളുമായി ചേർന്ന് സ്ഥിതിഗതികൾ കർശനമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അന്താരാഷ്ട്ര സമുദ്രപാതകളിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അങ്ങേയറ്റത്തെ പോക്കൽത്തരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചെങ്കടലിലൂടെയും ഹോർമൂസിലൂടെയും ഒക്കെ പോകുന്ന ഇത്തരം സാധാരണ വാണിജ്യ കപ്പലുകളെ ഒളിച്ചിരുന്ന് വെടിയുതിർക്കുന്ന ഭീരുക്കളെ വിളിക്കുന്ന പേരാണ് അതിനേക്കാൾ ഏറ്റവും വലിയ കോമഡി, സായുധ പോരാളികൾ. ഇവന്മാരെയൊക്കെ പിന്താങ്ങാനും നമ്മുടെ നാട്ടിൽ ആളുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ്. ഇതിനിടെ ജൂലൈ 25-ന് ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് വെച്ച MVAGN റാഗ്നർ എന്ന കപ്പലിന് നേരെ ഉണ്ടായ മറ്റൊരു ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ഊർജിതമായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണെന്ന വിവരവും വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ചിട്ടുണ്ട്. കപ്പലിലുണ്ടായിരുന്ന മറ്റു 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണ്. അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ ഇത്തരം ആക്രമണങ്ങൾ ഉടൻ അവസാനിക്കണമെന്ന കർശന താക്കീതാണ് രാജ്യം നൽകുന്നത്. എന്ത് വില കൊടുത്തും തങ്ങളുടെ നാവികരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ ഭരണകൂടം ശക്തമായി നിലകൊള്ളുന്നുവെന്ന ഈ അടിയന്തര ഇടപെടലുകൾ അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.